السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് വസ്രിഫ് ലഹു ദറാഹിമൻ വദഹബ ഫമാ സിവാഹു കുല്ലു ഷൈഇൻ ദഹബ എന്നുള്ളൊരു വരിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 10ാമത്തെ വരിയായല്ലേ. നമുക്കത് നോക്കാം. വസ്രിഫ് ലഹു ദറാഹിമൻ വദഹബ എന്ന് പറഞ്ഞാൽ വസ്രിഫ് നീ ചിലവഴിക്കുക, ലഹു ആ ഇൽമിന് വേണ്ടി, ആ ഇൽമ പഠിക്കാൻ വേണ്ടി നീ ചിലവഴിക്കുക. എന്തിന് ചിലവഴിക്കുക? ദറാഹിമൻ ദിർഹമുകളെ, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയങ്ങളെ നീ ചിലവഴിക്കുക. വദഹബൻ സ്വർണ്ണ നാണയങ്ങളെയും നിങ്ങൾ ചിലവഴിക്കുക എന്നാണ് പറഞ്ഞത്. വസ്രിഫ് നീ ചിലവഴിക്കുക, അമ്രാൻ ട്ടോ. സിരിഫ് ചിലവഴിക്കുക, അതിൻ്റെ വസ്രിഫ് നീ ചിലവഴിക്കുക, ലഹു ആ ഇൽമിന് വേണ്ടി, ദറാഹിമൻ വെള്ളി നാണയങ്ങളെയും, വദഹബൻ സ്വർണ്ണ നാണയങ്ങളെയും നിങ്ങൾ ചിലവഴിക്കുക. ഫമാ സിവാഹു കുല്ലു ഷൈഇൻ ദഹബ എന്ന് പറഞ്ഞത്. ഫ കാരണം എന്നർത്ഥത്തിന് നിൽക്കട്ടെ. മാ ഒന്ന്, സിവാഹു ആ ഇൽമൊഴികെയുള്ളത്, സിവാഹു ഇൽമൊഴികെയുള്ളതെല്ലാം എന്നർത്ഥം. മാ സിവാഹു ഇൽമൊഴികെയുള്ള ഒന്നാകുന്നത്, അല്ലെങ്കിൽ ഇൽമ ഒഴികെയുള്ളത്, കുല്ലു ഷൈഇൻ ഇൽമൊഴികെയുള്ള എല്ലാതും, കുല്ലു ഷൈഇൻ ഇൽമൊഴികെയുള്ള എല്ലാ കാര്യങ്ങളും, ദഹബ അതൊക്കെ പോകുന്നതാണ്. ഇൽമൊഴികെയുള്ള എല്ലാ വസ്തുക്കളും. ഫമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണം ഒന്നാകുന്നു എന്നാണ് അതിൻ്റെ ആശയം ഉണ്ടാവുക. സിവാഹു ആ ഇൽമല്ലാത്തതൊക്കെ, കുല്ലു ഷൈഇൻ എല്ലാ വസ്തുക്കളും, ഇൽമല്ലാത്തത് എല്ലാ വസ്തുക്കളും, ദഹബ അത് പോകുന്നതാണ്. അതൊന്നും എന്താവില്ല, സ്ഥിരമാവുകയില്ല എന്നാണ് ഈ വരിയുടെ അർത്ഥവും ആശയവും. ഓക്കെ, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നുമില്ല, ഇൽമിന് വേണ്ടി എന്ത് ചെയ്യുക? സ്വർണവും വെള്ളിയും ചിലവഴിക്കുക. കാരണം ഇൽമല്ലാത്ത വസ്തുക്കളെല്ലാം നീങ്ങിപ്പോകുന്നതാണ്, അതൊന്നും സ്ഥിരമായി നിൽക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, എന്താ അംഫഖ യുംഫിഖ്, ഇൻഫാഖ് എന്ന് പറഞ്ഞാലും ചിലവഴിക്കലാണ്. അസ്റഫ് യുസ്രിഫു, ഇസ്റാഫ് സറഫ് യുസ്രിഫു, ഇസ്രിഫ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ചിലവഴിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ അംഫഖ സൊറഫ് എന്ന് പറഞ്ഞാൽ അത് നന്മക്കും തിന്മക്കും ചിലവഴിക്കുക, അതിനേക്കാണെന്ന് പറയുക സൊറഫ് എന്ന് പറയാം. എന്നാൽ ഇൻഫാഖ് എന്നുള്ളതോ, ഇൻഫാഖ് അത് ഖൈറിന് മാത്രം ചിലവഴിക്കുന്നതിന് പറയാനാണ്. അപ്പോൾ ഇസ്രിഫ് എന്ന ഇവിടെ എന്താണ്? എല്ലാം ചിലവഴിക്കുക എന്നർത്ഥം. ഇവിടെ നന്മ തിന്മ ഒന്നുമില്ല, മുഴുവനായി ചിലവഴിക്കുക എന്നർത്ഥത്തിനേക്കാണ് ഇസ്രിഫ് വന്നത്. പിന്നെ ലഹു എന്നുള്ളത് എന്താ പറയുക, ആ ഇൽമിന് വേണ്ടി എന്നർത്ഥത്തിനേക്ക്, അല്ലെങ്കിൽ ഇൽമിലേക്ക് ചിലവഴിക്കുക, അങ്ങനെയും പറ്റും കേട്ടോ. ദറാഹിമൻ എന്ന് പറഞ്ഞത് ദിർഹമുകളെ എന്നർത്ഥം. ദിർഹമിൻ്റെ ജമ്മാണ് ദറാഹിം എന്നുള്ളത്. ഈ ദിർഹം എന്നുള്ള പദം എന്താണ്? ഫാരിസിയാണ്. ഫാരിസിയിൽ നിന്നും അറബിയിലേക്ക്, അറേബ്യൻ ഭാഷയിലേക്ക് കടന്നുകൂടിയ പദമാണ് എന്ത്? ദിറാഹിം എന്നുള്ളത് കേട്ടോ. ദിർഹം, ദറാഹിം. പിന്നെ ദിർഹമിൻ്റെ ജമ്മ് ദിർഹാം എന്ന് അങ്ങനെ പറയാറുണ്ട്, ദറാഹിമായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദഹബൻ എന്ന് പറഞ്ഞാലോ, ദഹബൻ എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ തിബിർ എന്നാണ് പറയാറുള്ളത്. തിബിർ പറഞ്ഞാൽ സ്വർണ്ണക്കട്ട എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. അപ്പോൾ എന്താണ്? അറേബ്യനിലുള്ള 2 നാണയങ്ങളാണല്ലോ, സ്വർണ്ണ നാണയവും വെള്ളി നാണയവും. അപ്പോൾ ദഹബും ദിർഹമും എന്നർത്ഥത്തിനേക്ക്, ദീനാർ ദിർഹമൊക്കെ പറയുന്നത് പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഈ വൈത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്? ആദാബ് ത്വാലിബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മര്യാദയിൽപ്പെട്ടതാണ് എന്ത്? വൽ ഇൻഫാഖു ഫി ജിഹാത്തിൽ ഇൽമി എന്നാണ്, ഇൽമ പഠിക്കുന്ന മാർഗത്തിൽ ചിലവഴിക്കുക എന്നുള്ളത്. അവൻ്റെ അടുത്തുള്ള എന്തൊക്കെ അവൻ്റെ അടുത്തുള്ള ഒരുപാട് സമ്പത്തുകൾ ഉള്ള ആളുകളാണ് എന്ത് ചെയ്യണം? കിതാബുകൾ വാങ്ങാനും, അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി നാട് വിട്ടു പോകാനും, അതുപോലെ തന്നെ തൻ്റെ ഒപ്പം പഠിക്കുന്ന സതീർത്ഥരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാന്ത്വനമേകാനും, അതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങി ഒരു മര്യാദയായിട്ടൊരു അദബായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പഠിക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. പഠിക്കുന്ന വിഷയമാണ്, പഠിക്കുമ്പോൾ പുസ്തകം വാങ്ങാൻ, നോട്ടുക്ക് വാങ്ങാൻ തുടങ്ങി
കാര്യങ്ങളൊന്നും പിശുക്ക് കാണാതിരിക്കുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുക മീൻസ് പഠിച്ചതനുസരിച്ച് അല്ലെങ്കിൽ ഫളീലത്തൊക്കെ മനസ്സിലാക്കി സ്വതക്ക ചെയ്യുക തുടങ്ങി എന്താണ് ഇൽമിൻ്റെ എല്ലാവിധ മര്യാദകളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ മനസ്സിലാക്കാനുള്ളത് കുല്ലു ഷൈഇൻ ദഹബ, എല്ലാ വസ്തുക്കളും നീങ്ങിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഇൽമല്ലാത്തതൊക്കെ എന്താവും സ്ഥിരമായി നിൽക്കുകയില്ല, അതൊക്കെ അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നത് കൂടി അതൊക്കെ ഇല്ലാതായി തീരുമല്ലോ, അതാണ് പറയുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. അലി റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു ശിഷ്യൻ കുമൈൽ ബിൻ സിയാദിനോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, അലിൽമു ഖൈറും മിനൽ മാലി, സമ്പത്തിനേക്കാളും ഖൈറായതാണ് എന്ത്, ഇൽമ് എന്നുള്ളത്. അല്ലിൽമു യഹ്രിസുക വ അൻത തഹ്രിസുൽ മാൽ, ഇൽമ് നിന്നെ സംരക്ഷിക്കും, നീയാണെങ്കിലോ സമ്പത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇൽമ് നിന്നെ സംരക്ഷിക്കും, പക്ഷെ നീ സംരക്ഷിക്കുന്നത് സമ്പത്തിനെയാണ്. അല്ലിൽമു ഹാക്കിമുൻ, ഇൽമ് വിവരം എന്നുള്ളത് വിധികർത്താവാണ്. വൽമാല മഹ്കൂമുൻ അലൈ, സമ്പത്ത് അതിൻ്റെ മേൽ വിധിക്കപ്പെടുന്നതാണ്. വൽമാലു തുൻഖിസുഹു നഫഖ വൽ ഇൽമു യസ്കു വൽ ഇൻഫാഖ്, സമ്പത്തുകൾ ചിലവഴിച്ചാൽ അൽമാൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത് ചിലവഴിച്ചാൽ അത് ചുരുങ്ങിപ്പോകും. എന്നാൽ ഇൽമ് ചിലവഴിക്കും തോറും അത് അധികരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞത്. ഇൽമ് ചിലവഴിക്കൽ കൊണ്ട് അധികരിക്കും, സ്വത്ത് ചിലവഴിക്കൽ കൊണ്ട് ചുരുങ്ങും, എന്നാൽ ഇൽമ് ചിലവഴിക്കൽ കൊണ്ട് അത് അധികരിക്കുമെന്നാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനോട് പറഞ്ഞത്. ഇൽമ് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന വിഷയമൊക്കെ പറയുമ്പോൾ മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് മൂസാ നബി പോയ ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്രയും പ്രയാസപ്പെട്ട് ഇൽമ് പഠിക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു മൂസാ നബി ഖിളിർ നബിയുടെ കൂടെ പോയത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ, അബു ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ സഹപാഠിയായിരുന്ന ഇമാം മുഹമ്മദ് ബിൻ ഹസൻ എന്നവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹപാഠിക്ക്. അങ്ങനെ ആ സഹപാഠി എന്ത് ചെയ്തു, ഒരുപാട് കിതാബുകൾ വാങ്ങി എല്ലാവർക്കും ചിലവഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ എന്തായിരിക്കും, ഇൽമ് കരസ്ഥമാകാനുള്ള മാർഗത്തിൽ പെട്ടതാണ്. പിന്നെ വലിയ വലിയ മഹാന്മാരൊക്കെ അവർ ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ആ സമ്പത്തുകളൊന്നും ജീവിതത്തിൽ ഉപയോഗിക്കാതെ പകരം കിതാബുകൾ വാങ്ങുക, അതുപോലെ തന്നെ പഠിക്കുക തുടങ്ങി ഇൽമിൻ്റെ മേഖലയിൽ ചിലവഴിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളും ഉമറാക്കളുമായ ഒരുപാട് ആളുകൾ. അപ്പോൾ അതൊക്കെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കുള്ളത്. ഒന്നുമില്ല, ഇതിൻ്റെ ആശയം മനസ്സിലായല്ലോ. ഇൽമിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരുപാട് സമ്പത്തുകൾ ചിലവഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പത്തില്ലാത്ത ആളുകളോ, സമ്പത്തുള്ള ആളുകൾ ഉള്ളതിനനുസരിച്ച് ചിലവഴിക്കുക, ഇല്ലാത്ത ആളുകൾ എന്തല്ല റിസ്ക് എടുത്ത് ചിലവഴിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇൽമ പഠിക്കാൻ വേണ്ടി സമ്പത്തുകൾ ചിലവഴിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് എന്ത്, ധനം ചിലവഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ സമ്പത്തില്ലാത്ത ആളുകളോ അവർക്ക് ഇൽമ ലഭിക്കുകയില്ല എന്നല്ല അർത്ഥം. ഉള്ള ആളുകൾ അത് ചിലവഴിച്ചു കൊണ്ട് പഠിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ഇൽമ പഠിക്കുമ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ ആവശ്യങ്ങൾക്കൊക്കെ ചിലവഴിക്കുക, സമ്പത്തുള്ള ആളുകൾ അതനുസരിച്ച് ചിലവഴിക്കുക. സമ്പത്ത് കുറഞ്ഞ ആളുകളാണെങ്കിലോ അവർ എന്ത് ചെയ്യണം, അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ സമ്പത്തില്ലാത്ത ആളുകൾ അത് ചിലവഴിച്ചില്ല എന്ന് കരുതി എന്താവില്ല, ഇൽമ മനസ്സിലാകാതിരിക്കുക എന്നൊന്നുമില്ല. അതെന്താണ്, ഉള്ള ആളുകൾ ചിലവഴിച്ചു കൊണ്ട് തന്നെ പഠിക്കണം എന്നാണ് പറയുന്നത്. ആരും പഠിക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കരുത് എന്നുള്ള വരികളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വസ്രിഫ് ലഹൂദ റാഹിമം വ ദാഹബ ഫമാ സിവാഹു കുല്ലു ഷൈഇൻ ദാഹബ എന്ന് പറഞ്ഞത്. അറിവ് നേടാൻ വേണ്ടി വെള്ളി നാണയവും സ്വർണ്ണ നാണയവും നീ ചിലവഴിക്കുക, ഈ ഇൽമല്ലാത്തതെല്ലാം പോകുന്നതാണ്, അതൊക്കെ നശിച്ചു പോകുന്നതാണ്. ഇൽമ മാത്രമാണ് അവസാനം ഉപകാരപ്പെടുക. ഇൽമ എന്നുള്ളതാണല്ലോ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുക. ഇൽമു യന്തഫഉ ബിഹി എന്നാണ്, ഉപകാരപ്പെടുന്ന ഇൽമാണെങ്കിൽ ഖബറിലും മഹ്ശറയിലും എല്ലായിടത്തും ഉപകാരപ്പെടുമെന്നുണ്ടല്ലോ ഹദീസിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ആ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരുപാട് സമ്പത്തുകൾ ചിലവഴിച്ചാൽ അതൊക്കെ ഖൈറിനുള്ളത് തന്നെയായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ സത്യത്തിൻ്റെ പാതയിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഈ വരി പഠിക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10 വരെ കേട്ടോ. അപ്പോൾ ആദ്യം മുതൽ അപ്പോൾ ഈ 10 വരിയുടെ അർത്ഥം കൃത്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.